അസ്സലാമലൈക്കും. ഇതെൻ്റെ മോൻ സുൽത്താനാണ്. അവൻ്റെ സെറിബ്രൽ പാൾസി എന്ന് പറഞ്ഞിട്ടുള്ളൊരു അസുഖമാണ്. എൻ്റെ മോൻക്ക് ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ടാണ് മുന്നിൽ കഴിഞ്ഞിരിക്കുന്നത്. ഉള്ള സമ്പാദ്യമൊക്കെ വിറ്റിട്ടാണ് മോനെ ഇത്രയും ട്രീറ്റ്മെൻറ്റ് ചെയ്തത് ഈ 3 വയസ്സ് വരെ. ഇനി നിങ്ങളുടെ എല്ലാവരുടെയും സഹായം ഇല്ലാതെ മുന്നോട്ട് പോകാൻ പറ്റില്ല. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഞങ്ങളെ ഹെൽപ്പ് ചെയ്യണം. എൻ്റെ മോനെ സാധാരണ കുട്ടികളെ പോലെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നിങ്ങളെല്ലാവരും സഹായിച്ചാൽ മാത്രമേ അതിന് കഴിയുള്ളൂ. ഇതുവരെ ഒരാളുടെ മുമ്പിലും കൈ നീക്കിയിട്ടില്ല. ഉള്ള സമ്പാദ്യമൊക്കെ വിറ്റും കടം മേടിച്ചിട്ടൊക്കെയാണ് മോൻ്റെ ഇങ്ങനെ ട്രീറ്റ്മെൻറ്റ് നടത്തിയത്. ഇനി മുന്നോട്ട് പോകാൻ യാതൊരു നിവൃത്തിയില്ലാത്തതുകൊണ്ടാണ് നിങ്ങളുടെ മുന്നിൽ വന്ന് കൈനീട്ടുന്നത്. അതുകൊണ്ട് ഞങ്ങളെ പരമാവധി സഹായിക്കണം. എൻ്റെ മോനെ സാധാരണ ജീവിതത്തിലേക്ക് കൊണ്ടുവരണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ സാഹചര്യത്തിൽ ഇത്തരത്തിലുള്ളൊരു വീഡിയോ എടുക്കുന്നത്, ഞാൻ സംസാരിക്കുന്നത് കണ്ണൂർ ജില്ലയിലെ ഇരട്ടി പടിയൂര് നാട്ടിൽ മഹലിലെ ഖതീബാണ്, ഷബീർ ഫൈസിയാണ്. ഈ ഒരു വീഡിയോയുമായി നിങ്ങളിലേക്ക് വരാനുള്ള കാരണം എന്തെന്ന് പറഞ്ഞാൽ, നമ്മുടെ ഈ പടിയൂർ മഹലിൽപ്പെട്ട മിച്ചഭൂമിയിൽ താമസിക്കുന്ന ഹസൻ കെ എന്നവരുടെ മകളുടെ കുട്ടി സെറിബ്രൽ പാൾസി എന്ന ഒരു മാരകമായ അസുഖം പിടിപെട്ടുകൊണ്ട് വളരെ പ്രയാസത്തിലാണുള്ളത്. എല്ലാ വഴികളും മുട്ടിയപ്പോൾ അവസാനമുള്ളൊരു മാർഗമാണ് ഇത്തരത്തിലൊരു വീഡിയോയുമായി നിങ്ങളിലേക്ക് വന്നിട്ടുള്ളത്. വളരെ പ്രയാസകരമായ ദയനീയമായൊരു അവസ്ഥയിലാണ് ഈ കുടുംബം നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഏകദേശം ഒരു 70 ലക്ഷത്തോളം രൂപ ഈ കുട്ടിയുടെ ചികിത്സയ്ക്ക് വേണ്ടി വരുന്നുണ്ട്. ഈ കുട്ടിക്കൊന്ന് നടക്കാനോ ഒന്ന് ഇരിക്കാനോ ഒന്ന് കൈകാലുകൾ അനക്കാൻ സാധിക്കാത്ത ഒരു അവസ്ഥയാണുള്ളത്. വളരെ ദയനീയമായ, നമ്മുടെ മക്കളൊക്കെ നടക്കുന്നത് പോലെ ഈ മാതാപിതാക്കൾക്കും തൻ്റെ കുട്ടികളൊന്ന് നീച്ചു നടക്കണമെന്ന വല്ലാത്ത അതിയായ ആഗ്രഹമുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട ഈ ശബ്ദം ശ്രവിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് വളരെ സ്നേഹത്തോടു കൂടി ഉണർത്തുവാനുള്ളത്, നിങ്ങളെ കൊണ്ട് സാധിക്കുന്ന വിധത്തിൽ സാമ്പത്തികമായി സഹായിക്കാൻ സാധിക്കുന്നവരാണെങ്കിൽ അങ്ങനെ, അതല്ലെങ്കിൽ സാമ്പത്തികമായി സഹായിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ നിങ്ങളെ കൊണ്ട് സാധിക്കുന്ന വിധത്തിൽ ഈ ഒരു വീഡിയോ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്തുകൊണ്ട്, മറ്റു ഗ്രൂപ്പുകളിലേക്കൊക്കെ ഷെയർ ചെയ്തുകൊണ്ട്, നമ്മുടെ ഫാമിലി ഗ്രൂപ്പ്, കൂട്ടുകുടുംബാദികൾ, നമ്മുടെ നാടുകളിലേക്കൊക്കെ ഷെയർ ചെയ്തുകൊണ്ട് പരമാവധി ഒരു ഉദ്യമം നിങ്ങൾ വിജയിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കണം. ഇതിന് പിന്നിൽ പരിശുദ്ധമായ റമദാൻ മാസമാണ്. നമ്മളൊക്കെ ഒരുപാട് സ്വതക്കകൾ ചെയ്താൽ ഇരട്ടി പ്രതിഫലം ലഭിക്കുമെന്ന് നമ്മളൊക്കെ വിശ്വസിക്കുന്നവരാണ്. അത്തരത്തിൽ എൻ്റെ പ്രിയപ്പെട്ട ശബ്ദം ശ്രവിക്കുന്ന അന്യമതത്തിൽപ്പെട്ട സഹോദരങ്ങളും എല്ലാവരും, ഇതിൽ ജാതി മത വ്യത്യാസമില്ലാതെ എല്ലാവരും ഇതിനു വേണ്ടി അഹോരാത്രം പരിശ്രമിക്കണമെന്ന് പ്രത്യേകമായി ഞങ്ങളെ ഉണർത്തുകയാണ്. അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നമസ്കാരം. ഫാറൂഖ് ചെറുപ്പശ്ശേരിയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ മക്കളെ പോലെ കളിച്ച് ചിരിച്ചു നടക്കേണ്ട ഒരു കുഞ്ഞു ജീവന് വേണ്ടിയിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ യാചിക്കുന്നത്. ഞാനിപ്പോ കണ്ണൂർ ജില്ലയിലെ ഇരിട്ടി എന്ന് പറയുന്ന പ്രദേശത്തുള്ള പടിയൂർ എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിലാണ്. സത്യത്തില് 3 വയസ്സ് മാത്രം പ്രായമുള്ള ഈ പൊന്നുമോന്റെ ജീവന് വേണ്ടിയിട്ട് നിങ്ങളുടെ മുമ്പിൽ യാചിക്കുകയാണ്. അറിയാം കേട്ടാ, ഇതിനെങ്ങനെ എന്താണ് സത്യത്തിലെ വല്ലാത്ത സങ്കടമാണ് പ്രിയപ്പെട്ടത്. ശരീരമാസമകൾ ഇങ്ങനെ വളഞ്ഞിരിക്കുന്ന, എല്ലാം കയ്യും നോക്കിക്കണെങ്കിൽ കയ്യും കാലൊക്കെ ഇങ്ങനെ വളഞ്ഞിരിക്കുന്ന ഒരു വല്ലാത്തൊരവസ്ഥ. ഈ കുഞ്ഞ് ജനിച്ചപ്പോ ഒരു പ്രയാസം ഉണ്ടായിരുന്നില്ല എന്നാണ് ഈ സഹോദരൻ പറഞ്ഞത്. പെട്ടെന്നാണ് ഈ മോന്റെ അവസ്ഥ ഇങ്ങനെ ആയതെന്ന് പറഞ്ഞത്. ഇങ്ങനെ കാണുമ്പോൾ യാതൊരു തരത്തിലുള്ള പ്രയാസം നമുക്ക് തോന്നുന്നു. പക്ഷെ ശരീരമാസകൾ ഇങ്ങനെ വളഞ്ഞിരിക്കുന്ന ഒരവസ്ഥ. 3 വയസ്സായി നമ്മുടെ മക്കളെ പോലെ കളിച്ച് ചിരിച്ചു നടക്കേണ്ട ഒരു ബാല്യം. സഹായിക്കണം പ്രിയപ്പെട്ടവർ. നല്ല രീതിയിൽ ഈ നാട്ടിൽ ജീവിച്ചിരുന്ന ഒരു കുടുംബമാണെന്നാണ് ഈ പരിസരങ്ങളിലൊക്കെ അന്വേഷിച്ചപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചത്. ഇതുവരെ ഒരു മനുഷ്യന്റെ മുമ്പിലും കൈനീട്ടാതെ ഈ കുഞ്ഞിന്റെ ജീവൻ ഏകദേശം 38 ലക്ഷം രൂപയ്ക്ക് മുകളിൽ ഈ കുഞ്ഞിന്റെ പിതാവ് ചെലവാക്കിയെന്ന് പറഞ്ഞത്. ഇനി ഒരു നിവൃത്തിയും ഇല്ലാത്തതിന്റെ പേരിലാണ് നമ്മുടെ മുമ്പിൽ കൈനീട്ടുന്നത്. അതിലൊക്കെ ഏറ്റവും വലിയ സങ്കടം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ കേരള സഹകരണ ബാങ്കിൽ നിന്ന്, ഇരിക്കൂറുള്ള ഈ ബാങ്കിൽ നിന്ന് ഇപ്പൊ ഇവർ താമസിക്കുന്ന ഈ വീട് ജപ്തിയാണ് എന്ന് പറഞ്ഞിട്ടുള്ള നോട്ടീസാണിത്. ഏകദേശം 8,19,202 രൂപ അടച്ചിട്ടില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് ഇപ്പൊ ഇവർ താമസിക്കുന്ന വീട്ടിൽ നിന്ന് ഇറങ്ങി കൊടുക്കേണ്ടി വരുന്ന പറഞ്ഞിട്ടുള്ളത്. ഈ കുഞ്ഞിന്റെ ചികിത്സക്ക് വേണ്ടിയിട്ടാണ് ഇത്രയും വലിയ ഒരു ലോണൊക്കെ ഇവർ എടുത്തത്. ഇപ്പോ ഒരു നിവൃത്തിയും ഇല്ലാത്തതുകൊണ്ടാണ് ഈ പരിശുദ്ധമായ റമദാൻ മാസത്തിൽ പ്രിയപ്പെട്ടവരെ നിങ്ങൾ സഹായിക്കണം. നമ്മുടെ മക്കളെ പോലെ കണ്ടുകൊണ്ട് ഈ കുഞ്ഞിന്റെ കളിച്ചിരി മാറാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളൊക്കെ കഴിവിന്റെ പരമാവധി ഈ പവിത്രമായ ദിവസത്തിൽ നമ്മുടെ സക്കാത്തിന്റെ ഒരു വിഹിതം ഈ കുഞ്ഞിന് വേണ്ടി മാറ്റിവെക്കണമെന്ന് വളരെ വിനയത്തോടു കൂടി അഭ്യർത്ഥിക്കാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പടിയൂർ പഞ്ചായത്തിലെ 11-ാം വാർഡ്
മെമ്പറാണ്. എൻ്റെ പേര് ശോഭന. കുഞ്ഞുമോൻ്റെ അവസ്ഥ നമുക്ക് ഈ വീഡിയോ കാണുന്നവർക്കെല്ലാം മനസ്സിലാവും. വളരെ ദയനീയമായ അവസ്ഥയാണ്. നേരിട്ട് നടക്കുവാനോ അവൻ്റെ കാര്യങ്ങൾ കുട്ടികളോടൊത്ത് കളിക്കാനോ ഒന്നും പറ്റാത്ത ഒരു സാഹചര്യത്തിൽ കുട്ടി കിടപ്പിലാണ്. അകമഴിഞ്ഞ് സഹായിക്കണം എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. മുഴുവൻ ആളും ഈ വീഡിയോ ഷെയർ ചെയ്തുകൊണ്ട് സാധാരണ രീതിയിലേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ടുള്ള സഹായം ചെയ്യണമെന്ന് മാത്രം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എൻ്റെ പേര് മുനീറാണ്. ഈ കുട്ടിക്ക് പരമാവധി കഴിയുന്ന എല്ലാ സഹായങ്ങളും നിങ്ങളുടെ പക്കൽ നിന്ന് ചെയ്യണമെന്ന് അപേക്ഷിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു തആല സഹായിച്ചവർക്കും ഇത് മറ്റുള്ള ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്തവർക്കും ഇതിനു വേണ്ടി ആരെല്ലാം ഏതെല്ലാം വിധത്തിൽ സഹായിച്ചിട്ടുണ്ടോ അവർക്കെല്ലാം അല്ലാഹു അർഹമായ പ്രതിഫലം നൽകട്ടെ എന്ന് ദുആ ചെയ്യുകയാണ്. ഒരു ഗ്രാമപഞ്ചായത്ത് 12ാം വാർഡ് മെമ്പർ ആർ രാജനാണ്. നമുക്കറിയാം, മിച്ചഭൂമിയിൽ താമസിക്കുന്ന ഇവർക്ക് യാതൊരു വിധത്തിലുള്ള കഴിവുകളും മറ്റുമൊന്നുമില്ലാത്തതിനാൽ വളരെ പ്രയാസപ്പെട്ട 3 വർഷക്കാലം ഈ കുട്ടിയുടെ ചികിത്സയ്ക്ക് വേണ്ടി ഉള്ളതെല്ലാം വിറ്റുപെറുക്കി ചികിത്സിച്ചെങ്കിലും സുഖം പ്രാപിക്കാൻ വേണ്ടി സാധിക്കാത്തത് കൊണ്ടാണ് ഇതുപോലൊരു വീഡിയോയ്ക്ക് മുന്നിൽ ഇവർ വരാനും ജനങ്ങളെ അറിയിക്കാനും തയ്യാറായത്. ആ കുട്ടിയുടെ അസുഖം ഭേദമാക്കിയെടുക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ സഹായ സഹകരണങ്ങളും എല്ലാവരുടെ ഭാഗത്തുനിന്നും ഉണ്ടാകണമെന്ന് വിനീതമായി അപേക്ഷിക്കുകയാണ്. അസ്സലാമു അലൈക്കും, നമസ്കാരം. പടിയൂർ മഹല്ല് സെക്രട്ടറിയാണ്. എൻ്റെ പേര് ഹാഷിം. വളരെ പ്രയാസഘട്ടത്തിലാണ്. ചികിത്സാ ആവശ്യത്തിന് വേണ്ടി 70 ലക്ഷം രൂപയോളം ചെലവ് വരുന്നുണ്ട്. ഈ കുടുംബത്തെ രക്ഷിക്കുവാൻ വേണ്ടി എല്ലാവിധ ശ്രമവും എല്ലാവരുടെ ഭാഗത്തുനിന്നും ഉണ്ടാകണമെന്ന് മാത്രം ഓർമ്മപ്പെടുത്തുന്നു. മിച്ചഭൂമിയിൽ താമസിക്കുന്ന സഫിയുടെ മകൻ 3 വയസ്സായിട്ട് ഒന്ന് എഴുന്നേൽക്കാൻ പോലും പറ്റാതെ കിടപ്പിലാണ്. ആ കുട്ടിക്ക് തുടർ ചികിത്സയ്ക്ക് വേണ്ടി എല്ലാ സഹായവും ചെയ്യുക. അസ്സലാമലൈക്കും. പടിയൂർ മഹൽ മുസ്ലിം ജമാഅത്ത് കമ്മിറ്റിയുടെ ജോയിന്റ് സെക്രട്ടറി ഉന്നയിച്ചാണ് സംസാരിക്കുന്നത്. നമ്മുടെ മഹല്ലത്തിലെ ഹസൻ എന്നവരുടെ മകൾ സോഫിയയുടെ മകൻ അസുഖബാധിതനായി കിടക്കുകയാണ്. ആ പിഞ്ചുമോന്റെ ചികിത്സാർത്ഥം ഭീമമായ സംഖ്യ വേണമെന്നറിഞ്ഞു. നിങ്ങളുടെയൊക്കെ സഹായം ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുന്നു. നമസ്കാരം, സന്തോഷ് കാവുംബൈയാണ്. എനിക്കറിയാവുന്ന ഒരു കുടുംബമാണ്. എൻ്റെ തൊട്ടടുത്ത നാട്ടുകാരനാണ്. അപ്പോൾ നമുക്ക് പറ്റുന്ന പോലെ നന്നായി ഒന്ന് സഹായിക്കുക. എല്ലാവരും ഒന്ന് ഇതിനുവേണ്ടി മെനക്കെടുക, ഒന്ന് സഹായിക്കുക. നമ്മുടെ നാട്ടിലൂടെ ഓടി നടക്കേണ്ട കുഞ്ഞാണ്. അത് ആരും ഷെയർ ചെയ്യാതിരിക്കരുത്. പരമാവധി മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുക. കഴിയുന്ന പോലെ എല്ലാവരും സഹായിക്കുക.